BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൊച്ചി മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് ഹിറ്റ്. ആലുവ വിമാനത്താവളം, കളമശ്ശേരി മെഡിക്കൽ കോളേജ്, കളമശ്ശേരി കുസാറ്റ് റൂട്ടുകളിൽ ജനുവരി 16 ആരംഭിച്ച സർവീസിൽ വെള്ളിയാഴ്ച വരെ 15,500ഓളം പേർ യാത്ര ചെയ്തു. പ്രതിദിനം ശരാശരി 1,900-ലേറെ പേർ സർവീസ് പ്രയോജനപ്പെടുത്തുന്നു. ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചതോടെ ആലുവ, കളമശ്ശേരി മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും വർധനയുണ്ടായി. ആലുവ വിമാനത്താവളം റൂട്ടിൽ 80 രൂപയും മറ്റ് റൂട്ടുകളിൽ 5 കിലോമീറ്റർ യാത്രയ്ക്ക് മിനിമം 20 രൂപയുമാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഇലക്ട്രിക് ബസ്സിലെ യാത്രാ നിരക്ക്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ സ്റ്റേഷനുകളിലേക്കുള്ള ഫസ്റ്റ് മൈൽ, ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് 15 ഇലക്ട്രിക് ബസ്സുകൾ 15 കോടിയോളം രൂപ മുടക്കി വാങ്ങി കൊച്ചി മെട്രോ സർവീസ് നടത്തുന്നത്. വിമാനത്താവളം റൂട്ടിൽ 4 ബസ്സുകളും കളമശ്ശേരി റൂട്ടിൽ 2 ബസ്സുകളുമാണ് സർവീസ് നടത്തുന്നത്. വിമാനത്താവളം റൂട്ടിൽ തിരക്കുള്ള സമയങ്ങളിൽ 20 മിനിറ്റ് ഇടവിട്ടും തിരക്കില്ലാത്ത സമയങ്ങളിൽ 30 മിനിറ്റ് ഇടവിട്ടും സർവീസ് ഉണ്ടാകും. രാവിലെ 6:45 മുതൽ സർവീസ് ആരംഭിക്കും. രാത്രി 11-നാണ് വിമാനത്താവളത്തിൽ നിന്ന് ആലുവയിലേക്കുള്ള അവസാന സർവീസ്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ 30 മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സർവീസ്. മുട്ടം, കലൂർ, വൈറ്റ്ല, ആലുവ എന്നിവിടങ്ങളിലാണ് ചാർജിംഗ് സ്റ്റേഷനുകൾ. ഡിജിറ്റൽ പേയ്മെന്റ് വഴിയാണ് ടിക്കറ്റിംഗ്. ക്യാഷ് ട്രാൻസാക്ഷനുമുണ്ട്. UPI വഴിയും രൂപിക് ഡെബിറ്റ് കാർഡ്, കൊച്ചി വൺ കാർഡ് എന്നിവ വഴിയും പേയ്മെന്റ് നടത്താം. കൊച്ചി വാട്ടർ മെട്രോ കാക്കനാട് സ്റ്റേഷനെ ഇൻഫോ പാർക്ക്, സിവിൽ സ്റ്റേഷൻ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ കണക്ട് ഇലക്ട്രിക് ബസ് സർവീസ് ജനുവരി 29-നും ആരംഭിക്കും. 3 ബസ്സുകളാണ് ഈ റൂട്ടിൽ സർവീസ് നടത്തുക. കാക്കനാട് വാട്ടർ മെട്രോ കിൻഫാബ് ഇൻഫോ പാർക്ക് റൂട്ടിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 7:15 വരെ 20-25 മിനിറ്റ് ഇടവിട്ട് സർവീസ് ഉണ്ടാകും. രാവിലെ 7, 7:20, രാവിലെ 7, 7:20, 7:50 എന്നീ സമയങ്ങളിൽ കളമശ്ശേരിയിൽ നിന്ന് നേരിട്ട് സിവിൽ സ്റ്റേഷൻ വാട്ടർ മെട്രോ വഴി ഇൻഫോ പാർക്കിലേക്ക് സർവീസ് ഉണ്ടാകും. വൈകിട്ട് തിരിച്ച് 7:15-ന് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ബസ് വാട്ടർ മെട്രോ കാക്കനാട് വഴി കളമശ്ശേരിയിലേക്കും ഉണ്ടാകും. കാക്കനാട് വാട്ടർ മെട്രോ കളക്ടറേറ്റ് റൂട്ടിൽ 20 മിനിറ്റ് ഇടവിട്ട് രാവിലെ 8 മുതൽ വൈകിട്ട് 7:30 വരെയാണ് സർവീസ്. 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കാക്കനാട് റൂട്ടിൽ സർവീസ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി നടന്ന ട്രയൽ റണ്ണിന് ഇൻഫോ പാർക്ക് DGM ശ്രീജിത്ത് ചന്ദ്രൻ, AGM VR വിജയൻ, മാനേജർ ടിനി തോമസ്, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹൈക്കോടതി MG റോഡ് സർക്കുലർ, കടവന്ത്ര KP വള്ളൻ റോഡ് സർക്കുലർ റൂട്ടുകളിലും ഘട്ടം ഘട്ടമായി സർവീസ് ആരംഭിക്കും. ഞാറയ്ക്കൽ പഞ്ചായത്ത് ശുദ്ധജലക്ഷാമത്തിൽ പൊരിയുമ്പോഴും 2 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത ജലസംഭരണി നോക്കുകുത്തിയായി തുടരുന്നു. ഞാറയ്ക്കൽ, നായരമ്പലം പഞ്ചായത്തുകളിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കുന്നതിനായി 6 കോടിയോളം രൂപ മുടക്കി നിർമ്മിച്ച കൂറ്റൻ സംഭരണി മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഇപ്പോൾ വാട്ടർ അതോറിറ്റി അധികൃതർ തന്നെ സംഭരണിയുടെ കാര്യം മറന്ന മട്ടാണ്. ഞാറയ്ക്കൽ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാവട്ടെ മാസങ്ങളായി ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ്. അടുത്തിടെ ക്ഷാമം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സമരത്തിനിറങ്ങിയ ജനപ്രതിനിധികളും സംഭരണി പ്രവർത്തന സജ്ജമാക്കുന്ന കാര്യം ഉന്നയിച്ചില്ല. ഉദ്യോഗസ്ഥർ നൽകുന്ന താൽക്കാലിക ഉറപ്പുകൾ വിശ്വസിച്ച് മടങ്ങുന്നതിന് പകരം സംഭരണിയിൽ വെള്ളം നിറയ്ക്കുന്ന കാര്യമാണ് ഉറപ്പുവരുത്തേണ്ടതെന്നും ഇക്കാര്യത്തിൽ MLA അടക്കമുള്ളവരുടെ ഇടപെടൽ വേണമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പലതവണ നിലച്ച സംഭരണി നിർമ്മാണം 10 വർഷത്തോളം എടുത്താണ് പൂർത്തീകരിച്ചത്. ചില സാമ്പത്തിക താൽപ്പര്യങ്ങളാണ് കോടികൾ ചെലവഴിച്ച് സംഭരണി നിർമ്മിക്കുന്നതിന് പിന്നിലെന്നും നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. സംഭരണി ഇല്ലാത്തതല്ല, പമ്പിങ്ങിലെ തിരിമറിയാണ് വൈപ്പിൽ നേരിടുന്ന പ്രശ്നമെന്നാണ് ആക്ഷേപം ഉന്നയിച്ചവർ അന്ന് ചൂണ്ടിക്കാട്ടിയത്. സംഭരണികൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കിയില്ലെങ്കിൽ ജല അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ J. മാമ്പിള്ളി അറിയിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്.
ജീവൻ പണയം വെച്ച് വേണം നഗരത്തിലെ പല റോഡുകളിലൂടെയും കുറുകെ കടക്കാൻ. നഗരത്തിൽ പലയിടത്തും ഉണ്ടായിരുന്ന സീബ്ര വരകൾ ഇപ്പോൾ കാണാനില്ല. കാൽനട യാത്രികർ ഏറെ എത്തുന്ന കിഴക്കേക്കോട്ട റോഡിൽ വൈക്കം ബസ് സ്റ്റോപ്പ്, താലൂക്ക് ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളുടെ മുൻപിൽ ഇപ്പോൾ സീബ്ര വരകളില്ല. വടക്കേക്കോട്ട ജംഗ്ഷനിൽ സീബ്ര വരകൾ പകുതിക്ക് വച്ചു നിന്നു. വരകളെല്ലാം മാഞ്ഞതോടെ കുറുകെ കടക്കാൻ റോഡിലേക്ക് പ്രവേശിക്കുന്ന കാൽനട യാത്രക്കാർ അമിത വേഗത്തിൽ പാഞ്ഞെത്തുന്ന വാഹനങ്ങൾ കണ്ട് ഭയന്ന് തിരികെ ഓടേണ്ട ഗതികേടിലാണ്. കിഴക്കേക്കോട്ട ജംഗ്ഷനിൽ വൈക്കം ബസ് സ്റ്റോപ്പിന് മുൻപിൽ സീബ്ര വരകൾ വേണമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്നുണ്ടെങ്കിലും അധികൃതർ നടപടിയെടുത്തിട്ടില്ല. ഇവിടെ സീബ്ര വരകൾ ഉണ്ടായിരുന്നെങ്കിലും റോഡിൽ ടൈൽ വിരിച്ചപ്പോൾ വരകൾ പോയി. താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ സീബ്ര വരകൾ ഇല്ലാത്തതിനാൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് ഇവിടെ എത്തുന്ന രോഗികളാണ്. പലപ്പോഴും ഇവർക്ക് റോഡ് കുറുകെ കടക്കുക ശ്രമകരമാണ്. വടക്കേക്കോട്ട ജംഗ്ഷനിൽ ഒരു വശത്തുള്ള റോഡിൽ മാത്രമാണ് സീബ്ര വരകൾ ഉള്ളത്. ഒരു വശത്തുള്ള റോഡ് സീബ്ര വരകളിലൂടെ കടന്ന മീഡിയനിൽ എത്തുമ്പോഴാണ് അടുത്ത വശത്തുള്ള റോഡിൽ സീബ്ര വരകൾ ഒന്നുമില്ലെന്ന് കാണുന്നത്. പിന്നെ വാഹനയാത്രക്കാരുടെ കനിവിനായി കാത്തിരിക്കണം. അധികൃതർ എത്രയും വേഗം ഇടപെട്ട് സീബ്ര വരകൾ ഇല്ലാത്ത റോഡുകളിൽ എത്രയും വേഗം ഇവ വരയ്ക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഈ വാർത്തയോട് കൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.